Let's turn to Acts of the Apostles, chapter 14. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിലേക്ക് തിരിയാം. Here we read of a time when the Jews persecuted Paul for preaching the gospel in verse 19. ഇവിടെ യഹൂദന്മാർ അപ്പോസ്തലനായ പൗലോസിനെ ഉപദ്രവിക്കുന്ന ഒരു സമയം ആണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ 19-ാം വാക്യത്തിൽ വായിക്കുന്നത്. They stoned Paul and dragged him out of the city, supposing him to be dead. പൗലോസിനെ അവർ കല്ലെറിഞ്ഞ് മരിച്ചു എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇഴച്ച് കളഞ്ഞു, പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ച് കളഞ്ഞു. Now, it's about 14 years after this that you write in 2 Corinthians about being taken up to the third heaven. ഏകദേശം 14 വർഷങ്ങൾക്ക് ശേഷം 2 കൊരിന്ത്യരിൽ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. And it may have been at this time. ഒരുപക്ഷെ അത് ഈ സമയത്തായിരിക്കാം. By which the Lord encouraged him. Sorry brother, can you repeat? The Lord encouraged him. കർത്താവ് പൗലോസിനെ ഉത്സാഹിപ്പിച്ചു. And then, as the disciples stood around him, he got up again and entered the city. അതിനുശേഷം ശിഷ്യന്മാരെ ചുറ്റും കൂടി നിന്ന സമയത്ത് പൗലോസ് വീണ്ടും എഴുന്നേറ്റ് വീണ്ടും പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. He went back to the same city that persecuted him. തന്നെ ഉപദ്രവിച്ച അതേ പട്ടണത്തിലേക്ക് വീണ്ടും മടങ്ങിപ്പോയി. It was only such a brave person whom God could select to preach the gospel. അങ്ങനെയുള്ള അത്രയും ധൈര്യശാലിയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു തന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്തത്. Today we have many born again Christians who do not even have the boldness to witness about Christ in their office. ഇന്ന് പല വീണ്ടും ജനിച്ച വിശ്വാസികൾ അവരുടെ ജോലി ചെയ്യുന്ന ഓഫീസിൽ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് അവിടെ പോലും സാക്ഷ്യപ്പെടുത്തുവാൻ ധൈര്യമില്ലാത്തവരായിട്ടുള്ളവരാണുള്ളത്. And who do not have the boldness to witness to their nominal Christian relatives. അവരുടെ നാമധേയ ക്രിസ്ത്യാനികളായിട്ടുള്ള ബന്ധുക്കളോടും കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുവാനായിട്ട് ധൈര്യമില്ലാത്തവർ. We can think that we are very good Christians because we belong to a good church. നാം നല്ലൊരു സഭയിലായിരിക്കുന്നത് കൊണ്ട് നമ്മൾ നല്ല ക്രിസ്ത്യാനികളാണെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. But I have discovered that many Christians are like the apostles after his resurrection. ഞാൻ കണ്ടെത്തിയ കാര്യം പല ക്രിസ്ത്യാനികളും കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആയിരുന്നത് പോലെ ആണ്, ശിഷ്യന്മാരായിരുന്നത് പോലെയാണ്. Yeah, they have seen Jesus and they believed in him and worshipped him. അവര് യേശുവിനെ കാണുകയും വിശ്വസിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തതാണ്. But they were sitting inside closed doors, afraid to witness to even one person. എന്നാൽ അവര് ഭയത്തോടെ ഒരു അടച്ച മുറിയിൽ ഇരിക്കുകയായിരുന്നു, ഒരു വ്യക്തിയോട് പോലും സാക്ഷിക്കുവാൻ ധൈര്യമില്ലാതെ. So, dear brothers and sisters, I don't want any of you to feel condemned. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ആരും കുറ്റബോധത്തിലായി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. That's not what I'm saying, why I'm saying what I'm saying. ആ കാരണം കൊണ്ടല്ല ഞാൻ പറയുന്ന കാര്യം ഞാനിപ്പോൾ പറയുന്നത്. Good to examine ourselves as to, we are very bold in the meeting. Are you bold with your unconverted relatives and in your office? നിങ്ങൾ മീറ്റിങ്ങിലൊക്കെ വളരെ ധൈര്യത്തോടെ ആയിരിക്കുന്നു, എന്നാൽ നിങ്ങളുടെ കർത്താവിനെ അറിയാത്ത ബന്ധുക്കളുടെ അടുക്കലോ നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ?
we can speak loudly in the meeting and sing loudly, but it's in our place of work and in the midst of the unconverted that our boldness of Christ is tested. നിങ്ങൾക്ക് മീറ്റിങ്ങിൽ ഉച്ചത്തിൽ പാടുകയും പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ നിങ്ങളുടെ അവിശ്വാസികളായ ബന്ധുക്കളുടെ ഇടയിലും ജോലി സ്ഥലത്തും ഒക്കെ ഉള്ള നിങ്ങളുടെ ധൈര്യമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ എത്ര ധൈര്യമുണ്ടെന്നുള്ളത് കാണിക്കുന്നത്. It's easy to make our lamp shine where there are 200 other lamps also shining. Can you repeat it, please? It's easy to make our lamp shine when 200 other lamps are also around us shining. നമ്മുടെ ചുറ്റും 100-100ഓളം വിളക്കുകൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ എരിയുവാനായിട്ട് തെളിഞ്ഞു നിൽക്കുവാനായിട്ട് എളുപ്പമാണ്. What you're doing in the church. That is what we are doing in the church. അതാണ് നാം സഭയിൽ ചെയ്യുന്നത്. In the office, there's no light shining. ഓഫീസിലൊക്കെ ഒരു വെളിച്ചവും പ്രകാശിക്കുന്നില്ല. Where God wants you to be alive. അവിടെയാണ് നാം ധൈര്യത്തോടെ നിൽക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. There was only one thing that changed the apostles and made them bold. ഒരു കാര്യം മാത്രമാണ് ശിഷ്യന്മാരെ വ്യത്യസ്തപ്പെടുത്തി അവരെ ധൈര്യശാലികളാക്കി തീർത്തത്. Not a stirring message that somebody preached. അത് ആരെങ്കിലും പ്രസംഗിച്ച ഒരു വളരെ ഇളക്കുന്ന ഒരു സന്ദേശമായിരുന്നില്ല. Sometimes you can listen to a stirring message in a meeting, be stirred up for a little while. ചില സമയത്ത് നിങ്ങൾക്കൊരു വളരെ ഇളക്കുന്ന ഒരു സന്ദേശം കേട്ട് അതിനുശേഷം നിങ്ങൾക്ക് വളരെ ധൈര്യമുള്ളതുപോലെ തോന്നാം. എന്നാൽ അത് ദീർഘനാളത്തേക്ക് നിലനിൽക്കുകയില്ല. But those disciples waited on God and were filled with the Holy Spirit. എന്നാൽ ആ ശിഷ്യന്മാർ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. And because they were filled with the Holy Spirit, they became bold permanently. അവര് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുകൊണ്ട് അവര് എന്നേക്കുമായിട്ട് അവര് ധൈര്യശാലികളായി തീർന്നു. That's what Paul also experienced. അത് തന്നെയാണ് പൗലോസിനും അനുഭവപ്പെട്ടത്. That's why here, even after they stoned him, he could still go back into the same city to the people who killed him, who tried to kill him. ആ കാരണം കൊണ്ടാണ് താൻ കല്ലെറിയപ്പെട്ട ശേഷവും വീണ്ടും ആ പട്ടണത്തിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ട് ധൈര്യമുണ്ടായിരുന്നത്. And then it says here they went to Derbe, verse 21. They preached to many people in that city and made disciples there, verse 21. അതിനുശേഷം അവര് ദർബെ പട്ടണത്തിലൊക്കെ പ്രസംഗിക്കുകയും സുവിശേഷം അറിയിക്കുകയും അങ്ങനെ പല ആളുകളോട് പ്രസംഗിച്ചതിനെ കുറിച്ച് നാം 21-ാം വാക്യത്തിൽ വായിക്കുന്നു. And then they returned again to Lystra. അതിനുശേഷം വീണ്ടും ലുസ്ത്രയിലേക്ക് മടങ്ങി വന്നു. They kept coming back to the place they were persecuted in. തന്നെ താൻ ഉപദ്രവിക്കപ്പെട്ട അതേ സ്ഥലത്തേക്ക് താൻ മടങ്ങി വന്നു. And what did he tell them? അവരോട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? He strengthened the souls of the disciples and encouraged them to continue in the faith. തൻ്റെ അവിടെയുള്ള ശിഷ്യന്മാരുടെ ആത്മാക്കളെ ധൈര്യപ്പെടുത്തുകയും വിശ്വാസത്തിൽ തുടരുവാനായിട്ട് അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തു. 22-ാം വാക്യത്തിൽ. And what are the words he spoke to encourage them?
അവരെ ഉത്സാഹിപ്പിക്കുവാനായിട്ട് സംസാരിച്ച വാക്കുകൾ എന്താണ്? Normally, when you try to encourage somebody, you tell him something like, God is a loving father who cares for you. സാധാരണ നാം ഒരാളെ ഉത്സാഹിപ്പിക്കുമ്പോൾ ദൈവം സ്നേഹിക്കുന്ന ഒരു പിതാവാണ് എന്നൊക്കെ പറഞ്ഞാണ് ഉത്സാഹിപ്പിക്കുന്നത്. And that Jesus will never allow you to be tempted beyond your ability. യേശു ക്രിസ്തു നിങ്ങളുടെ കഴിവിന് മീതെ പരീക്ഷ അനുവദിക്കുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്. You say that God will give you grace that is sufficient for every need. ദൈവം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായിരിക്കുന്ന കൃപയും നൽകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. That's how we normally encourage people. ആ രീതിയിലൊക്കെയാണ് സാധാരണ നമ്മൾ ആളുകളെ ഉത്സാഹിപ്പിക്കുന്നത്. But that's not what Paul said. Can you repeat that, please? Not what Paul said. എന്നാൽ അതായിരുന്നില്ല പൗലോസ് പറഞ്ഞ കാര്യം. He told them, you have to go through many tribulations. അദ്ദേഹം അവരോട് പറഞ്ഞത് നിങ്ങൾ പല ഉപദ്രവങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടതുണ്ടെന്നാണ്. Like that you'll enter the kingdom of God. നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതിന് പല ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകണം. Would you ever think of encouraging somebody with such words? നമ്മളാരും അങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാൻ ചിന്തിക്കുകയില്ല. You encourage people, you don't tell them about tribulation. ഉപദ്രവത്തെ കുറിച്ച് സംസാരിക്കാറില്ല. No, you would say something about the goodness of God. നിങ്ങൾ അവരുടെ ദൈവത്തിന്റെ നന്മയെക്കുറിച്ചോ മറ്റോ ഒക്കെ എന്തെങ്കിലുമൊക്കെയാണ് പറയാറുള്ളത്. But here we read verse 22. He strengthened the souls of the disciples, encouraged them by telling them, through many tribulations we must enter the kingdom of God. ഇവിടെ പൗലോസ് 22-ാം വാക്യത്തില് വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. It is not like this in the old covenant. ഇത് പഴയ നിയമത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല. In the old covenant there was only one proof that God was with you and that you had no enemies. പഴയ നിയമത്തിൽ ഒരേ ഒരു സത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവം നിങ്ങളോടുകൂടെ ഉണ്ട്, നിങ്ങൾക്ക് ഒരു ശത്രുക്കളും ഉണ്ടായിരിക്കില്ല എന്ന്. All the enemies were defeated by God. എല്ലാ ശത്രുക്കളും ദൈവത്താൽ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. And God blessed you with prosperity and every good thing on this earth. ദൈവം നിങ്ങൾക്ക് സമൃദ്ധിയും ഈ ഭൂമിയിലുള്ള എല്ലാ നന്മകളും കൊണ്ട് അനുഗ്രഹിക്കുന്നു എന്നും. And if that is our mind way of thinking, then we are living in the old covenant. നാം ആ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ നാം പഴയ ഉടമ്പടിയിൽ പ്രകാരമാണ് ജീവിക്കുന്നത്. But I find most believers are like that. ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് മിക്കവാറും വിശ്വാസികളും അങ്ങനെയാണ്. They never think of what it says in verse 22. Encouragement comes by being told that you have to go through many tribulations and enter God's kingdom. അവര് ഈ 22-ാം വാക്യത്തിൽ പറയുന്ന അനേകം കഷ്ടതകൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാവുന്നു എന്ന രീതിയിലുള്ള ഒരു ഉത്സാഹത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കുകയില്ല. We would think that is a warning, not an encouragement. നാം അതിനെ ഒരു മുന്നറിയിപ്പായിട്ടാണ് ചിന്തിക്കാറുള്ളത്, അതൊരു ഉത്സാഹമായിട്ട് ചിന്തിക്കാറില്ല. See what the Holy Spirit says. He doesn't say it warned them, but it says he encouraged them. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത് കാണുക, അവരെ മുന്നറിയിപ്പ് നൽകുകയല്ല, അവരെ ഉത്സാഹിപ്പിക്കുകയായിരുന്നു ചെയ്തത്. In the old covenant, you could never encourage somebody by saying, oh, you're going to have many trials. പഴയ ഉടമ്പടിയിൽ ആരെയും നിങ്ങൾക്ക് പല കഷ്ടതകൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഉത്സാഹിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. You only encourage people in the old covenant by saying you're going to have many blessings. പഴയ ഉടമ്പടിയിലുള്ള
അവരെ ഉത്സാഹിപ്പിക്കുന്നത് നിങ്ങൾക്ക് പല അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. God will provide all your need. ദൈവം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും. Will prosper you financially. സാമ്പത്തികമായിട്ട് നിങ്ങളെ സമൃദ്ധി നൽകും. You will all be healthy. നിങ്ങളെല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കും. All your enemies will be defeated. നിങ്ങളുടെ എല്ലാ ശത്രുക്കളും പരാജയപ്പെടും. You have plenty of rain for your crops. നിങ്ങളുടെ വിളകൾക്ക് ധാരാളം മഴ ലഭിക്കും. In today's terms, it's like saying you'll get plenty of promotions and increment in your pay. ഇന്നത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം പ്രൊമോഷനുകളും നിങ്ങൾക്ക് ശമ്പള വർധനവും അധികം ലഭിക്കുമെന്നൊക്കെ പറയുന്ന പോലെയാണ്. That is how people are encouraged in the old covenant. ഈ രീതിയിലാണ് പഴയ നിയമത്തിൽ ആളുകൾ ഉത്സാഹിപ്പിക്കപ്പെട്ടിരുന്നത്. I've discovered that most believers today find encouragement only in such words. ഞാൻ കണ്ടെത്തിയ കാര്യം പല വിശ്വാസികളും ഉത്സാഹം പ്രാപിക്കുന്നത് ഇങ്ങനെയുള്ള വാക്കുകളിൽ നിന്ന് മാത്രമാണ്. That is why I believe that most believers are living under the old covenant. അതുകൊണ്ടാണ് പല വിശ്വാസികളും പഴയ നിയമത്തിൻ പ്രകാരമാണ് ജീവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. And that is why their life is also at an old covenant standard of being defeated by sin. അതുകൊണ്ടാണ് അവരുടെ ജീവിതം പഴയ ഉടമ്പടിയുടെ നിലവാരം അനുസരിച്ച് പാപത്താൽ പരാജയപ്പെടുത്തപ്പെട്ട നിലയിലായിരിക്കുന്നത്. We must never forget that the old covenant finished with Malachi. മലാഖി കൊണ്ട് പഴയ നിയമം തീർന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. So when you finish with Malachi and turn the page to the new covenant, മലാഖി പുസ്തകം കഴിഞ്ഞു നമ്മൾ പുതിയ നിയമത്തിലേക്ക് പേജുകൾ തിരിക്കുമ്പോൾ turn to Matthew chapter 1. That's the first page of the New Testament. മത്തായി ആദ്യത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പുതിയ നിയമത്തിന്റെ ആദ്യത്തെ താളാണത്. What do we read there? അവിടെ നാം എന്താണ് വായിക്കുന്നത്? The very first page of the New Testament. പുതിയ നിയമത്തിന്റെ ഏറ്റവും ആദ്യത്തെ പേജ്. Old Testament is full of many promises. പഴയ നിയമത്തില് ധാരാളം വാഗ്ദാനങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. All the promises are related to earthly blessings. എല്ലാ വാഗ്ദാനങ്ങളും ഭൗമികമായിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ബന്ധപ്പെട്ടതാണ്. And so we come to the New Testament. There are many promises in the New Testament also. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലും പല അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. Let's see the first one here, the very first one. എന്നാൽ ഇവിടെ ഏറ്റവും ആദ്യത്തെ അനുഗ്രഹത്തെ കുറിച്ച് കാണുക. This promise in the New Testament is in Matthew 1:21. പുതിയ നിയമത്തിലെ ഏറ്റവും ആദ്യത്തെ വാഗ്ദാനം മത്തായി 1:21 വാക്യത്തിലാണ്. What is it? അതെന്താണ്? Why is the name of that baby going to be called Jesus? ആ കുഞ്ഞിന്റെ പേര് യേശു എന്ന് ഇട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണ്? The angel comes to Joseph in verse 20 and says, your wife Mary is going to have a baby. 20 വാക്യത്തില് ദൂതൻ യോസെഫിന് പ്രത്യക്ഷനായി നിന്റെ ഭാര്യയായ മറിയെ അവൾ ഉൽപാദിതമായിട്ട് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു എന്ന് പറയുന്നുണ്ട്. But he says the name of that child must be, you must name him Jesus because he's going to save his people from their sins. അവന് നീ യേശു എന്ന് പേരിടണം. അതിന്റെ കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട്. So, did you know that was the meaning of the name Jesus? അതാണ് യേശു എന്ന പേരിന്റെ അർത്ഥമെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? I think that 99% of Christians, if you ask them, why is he called Jesus? They will not give you this answer. 99% ആളുകളോടും എന്തുകൊണ്ടാണ് അവന് യേശു എന്ന പേര് വന്നത് എന്ന് ചോദിച്ചാൽ അവർ ഈ ഉത്തരം പറയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. Even though it is written on the first
page of the New Testament. അത് പുതിയ നിയമത്തിന്റെ ഏറ്റവും ആദ്യത്തെ താളിൽ എഴുതിയിട്ടുണ്ടെങ്കിലും So, dear brothers and sisters, if we are to be a new covenant church, this is what we must proclaim first of all. പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ഒരു പുതിയ നിയമപ്രകാരമുള്ള സഭയായിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം പ്രഘോഷിക്കേണ്ട കാര്യം ഇതാണ്. We saw how Paul encouraged the people in Acts 14, which we just read. നാം ഇപ്പോൾ വായിച്ച അപ്പോസ്തല പ്രവർത്തികൾ 14-ാം അധ്യായത്തിൽ പൗലോസ് അവിടെയുള്ള വിശ്വാസികളെ ഉത്സാഹിപ്പിച്ച കാര്യം നാം വായിച്ചുവല്ലോ. He told them, Acts 14:22, through much tribulation you must enter the kingdom of God. അപ്പോസ്തല പ്രവർത്തികൾ 14:22, നിങ്ങൾ അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാവുന്നു. The important thing is not the tribulation part. The important thing is we're going to enter the kingdom of God. That's the point there. അവിടെ കഷ്ടത എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. You look at the amount of trouble that people take to get a good job. ആളുകൾ നല്ലൊരു ജോലി ലഭിക്കേണ്ടതിന് പെടുന്ന പ്രയാസത്തെക്കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ Many people give huge lakhs of rupees to some agent to get a job in the Gulf. പല ആളുകളും പല ലക്ഷക്കണക്കിന് രൂപ ഗൾഫിലേക്ക് പോയി ഗൾഫിൽ ഒരു ജോലി ലഭിക്കുന്നതിന് ഏജന്റിന് കൊടുക്കാറുണ്ട്. They are willing to spend all that money, even borrow it, if they can get a job in the Gulf. അവര് അത്രമാത്രം പണം ചെലവഴിക്കാൻ തയ്യാറാണ്. അത് കടം വാങ്ങിയാണെങ്കിൽ പോലും അങ്ങനെ ഒരു ജോലി ലഭിക്കേണ്ടതിന് അതിന് തയ്യാറാണ്. A picture of going through much tribulation because I'm going to enter the kingdom of God. ഇതിനെ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചു നോക്കുക നമ്മൾ. കാരണം നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പോവുകയാണ്. So, if you value the kingdom of God more than going to the Gulf, you say, okay, I'm willing to pay any price to get there. നിങ്ങൾ ഗൾഫിൽ പോകുന്നതിനേക്കാൾ അധികം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് അതിനെ വിലമതിക്കുന്നുവെങ്കിൽ ഈ വില നൽകുവാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് നിങ്ങൾ പറയും. Many of your parents are happy that your children are in the Gulf. പല മാതാപിതാക്കളും അവരുടെ മക്കൾ ഗൾഫിലാണെന്നുള്ളതിനെ കുറിച്ച് സന്തോഷമുള്ളവരാണ്. In some place where they can earn a lot of money. അല്ലെങ്കിൽ അവര് ധാരാളം പണം ലഭിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കുന്നതിനെ കുറിച്ച്. Your brothers and sisters, are your children entering the kingdom of God? പ്രിയ സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഇഷ്ടമായിരിക്കുന്നത് മക്കൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ്. Is that what you desire? ഇതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? Are you desiring Matthew 1:21 for your children? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മത്തായി 1:21 ആണോ ആഗ്രഹിക്കുന്നത്? We pray for our children that they will be healthy and strong and do well in their examinations. നാം നമ്മുടെ മക്കളെ കുറിച്ച് അവര് ആരോഗ്യമുള്ളവരും ബലമുള്ളവരും അവര് പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങണം എന്നുള്ള അങ്ങനെ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. All of you parents pray for that. എത്ര മാതാപിതാക്കളാണ് അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാറുള്ളത്? Hope you do it. നിങ്ങളത് ചെയ്യുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. No, all of you do it. I know you do it. നിങ്ങൾ എല്ലാവരും അത് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. What about praying for all your children that they will be saved from their sins? നിങ്ങളുടെ മക്കൾ പാപത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു? I'm not talking about being born again. അവര് വീണ്ടും ജനിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. Christians are just happy with my children are born again. പല ക്രിസ്ത്യാനികളും സന്തോഷിക്കുന്നത് എൻ്റെ മക്കൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന കാര്യത്തിലാണ്. What about if they are still defeated by anger? അവരിപ്പോഴും കോപത്തിൽ തോറ്റുപോകുന്നവരാണെങ്കിൽ എന്താണ്? What about if they are defeated by sexual lust? അതല്ലെങ്കിൽ അവര് ലൈംഗിക മോഹങ്ങളാൽ പരാജയപ്പെട്ടവരാണെങ്കിൽ? What if they are still pursuing after money more than after Jesus Christ? അവരിപ്പോഴും
കർത്താവിനെ അന്വേഷിക്കുന്നതിൽ അധികമായിട്ട് പണത്തിന്റെ പുറകെ പോകുന്നവരാണെങ്കിൽ എങ്ങനെയാണ്? Nothing wrong in earning money. പണം സമ്പാദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. It should not be our number one desire. That's all I say. എന്നാൽ അതായിരിക്കരുത് നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ആഗ്രഹം. അതാണ് ഞാൻ പറയുന്നത്. Number one desire, and which we must teach our children, is to be saved from all sin. നമ്മുടെ മക്കളുടെ ഏറ്റവും ആദ്യത്തെ ആഗ്രഹമായിട്ട് അവരെ നാം പഠിപ്പിക്കേണ്ടത് നിങ്ങൾ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. Enter the kingdom of God. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം എന്നുള്ളതാണ്. Today, if you ask most believers, how do I enter the kingdom of God? ഇന്ന് മിക്ക വിശ്വാസികളോടും നിങ്ങൾ എങ്ങനെയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ they will quote John chapter 1 verse 12. അവർ ഉദ്ധരിക്കുന്നത് യോഹന്നാൻ 1 അധ്യായത്തിന്റെ 12 വാക്യമാണ്. Which says, as many as received Jesus Christ, he gave them the right to become the children of God. അവിടെ പറയുന്നത് യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ്. He'll say, that is how you enter the kingdom of God. അവർ പറയും ഇങ്ങനെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന്. അത് ശരിയാണ്. But you know what Paul said in Acts 14:22? എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 14:22 പൗലോസ് പറയുന്നത് കാണുക. He's inspired by the Holy Spirit. താൻ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായിട്ടാണ് അത് സംസാരിക്കുന്നത്. He says, it is through many tribulations we enter the kingdom of God. അദ്ദേഹം പറയുന്നത് അനേകം കഷ്ടങ്ങളിൽ കൂടിയാണ് നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന്. He's speaking. He was not speaking to unbelievers. ആരോടാണ് അദ്ദേഹം സംസാരിക്കുന്നത്? അവിശ്വാസികളോടായിരുന്നില്ല ഇത് സംസാരിക്കുന്നത്. 14:22, he was speaking to disciples of Jesus Christ. അപ്പോസ്തല പ്രവൃത്തികൾ 14:22 താൻ ശിഷ്യന്മാരോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. And he was encouraging them. അവരെ ഉറപ്പിക്കുകയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. Encouraging them to continue in the faith. അവരുടെ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിക്കുകയായിരുന്നു. He was afraid that when the tribulation comes, they will not continue in the faith. ഉപദ്രവങ്ങള് കഷ്ടതകൾ ഉണ്ടാവുമ്പോൾ അവര് വിശ്വാസത്തിൽ തുടരുകയില്ല എന്നുള്ള ഒരു പേടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. He told them, through many tribulations you must enter God's kingdom. That's the way to God's kingdom. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അനേകം കഷ്ടതകളിൽ കൂടി നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. That is a message that all of us in India need to hear now. ഈ ഒരു സന്ദേശമാണ് നാം ഓരോരുത്തരും കേൾക്കേണ്ടത്. It's not through a very comfortable life that we are going to enter God's kingdom. വളരെ സുഖകരമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ അല്ല നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത്. God really loves you. He will take you through many tribulations. I'll tell you that. ദൈവം നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ പല കഷ്ടതകൾ കൂടി കടത്തിവിടും എന്ന് ഞാൻ പറയും. When you look at some of the godly men in the Old Testament, നമുക്ക് പഴയ നിയമത്തിലുള്ള ചില ദൈവഭക്തരായിട്ടുള്ള മനുഷ്യരെ കുറിച്ച് നോക്കാം. let me contrast Isaac and Jacob. നമുക്ക് ഇസഹാക്കിനെയും യാക്കോബിനെയും തമ്മിലൊന്ന് താരതമ്യം ചെയ്യാം. I don't have time to show you all the verses, but you can look it up later yourself. എല്ലാ വാക്യങ്ങളും എടുത്ത് കാണിക്കാനുള്ള സമയമില്ല, പിന്നീട് നിങ്ങൾക്കത് എടുത്ത് നോക്കാം. It's very good to study the life of Isaac and Jacob and see the contrast. ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ജീവിതങ്ങൾ പഠിക്കുന്നതും അതിലെ വൈരുദ്ധ്യങ്ങൾ ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ്. If you have read Genesis, you know the story. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കഥ അറിയാം. Isaac was a direct son of Abraham, the great man of God.
ഇസഹാക്ക് അബ്രഹാമിന്റെ നേരിട്ടുള്ള മകനാണ്. വളരെ ദൈവഭക്തനായിട്ടുള്ള അബ്രഹാമിന്റെ മകൻ. And I'm sure Abraham taught him many things about the Lord. എനിക്ക് ഉറപ്പാണ് തന്നെ ഇസഹാക്കിനെ എബ്രഹാം പല കാര്യങ്ങളും ദൈവത്തെക്കുറിച്ച് പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത്. He told Isaac how when the question of property came, I allowed my nephew Lot to take the best part and I took the worst part. ഈ സ്ഥലം വീതിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യം വന്നപ്പോൾ എന്റെ മരുമകനായിട്ടുള്ള ലോത്തിന് ഞാൻ നല്ല പങ്ക് കൊടുക്കുകയും അതില് ബാക്കിയുള്ളത് ആണ് ഞാൻ എടുത്തത്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. വസ്തുവകൾക്ക് പുറകെ പോകരുതെന്ന് അതാണ് ഇസഹാക്കിനെ പഠിപ്പിച്ചത്. And don't live for this worldly goods. Seek God's kingdom. ഈ ലോകപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്. ദൈവത്തിന്റെ രാജ്യം മുമ്പിൽ വെക്കുക. When Isaac grew up, ഐസക് വളർന്നു വന്നപ്പോൾ അബ്രഹാം മരിച്ചു. Isaac had 2 sons. ഇസഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു. Before they were born, God told Isaac and Jacob and his wife Rebekah, the younger Jacob will serve the older Esau. അവരുടെ 2 മക്കളും ജനിക്കുന്നതിന് മുമ്പേ ഇസ്ഹാക്കിനോടും ഭാര്യ റബേക്കയോടും ദൈവം വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഇളയവനായിട്ട് ഉള്ള യാക്കോബിനെ മൂത്തവനായിട്ടുള്ള ഏശാവ് സേവിക്കും എന്നുള്ളത്. But Isaac did not like that. എന്നാൽ ഇസ്ഹാക്കിന് അത് ഇഷ്ടപ്പെട്ടില്ല. Like what God said. He did not like what God said. Sorry. ദൈവം പറഞ്ഞ കാര്യത്തെ ഇസ്ഹാക്കിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. He liked Esau. ഏശാവിനെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം തനിക്ക്. Esau, because Esau would go and kill a deer and bring the venison for him to eat. കാരണം ഏശാവ് പോയി വേട്ടയാടി ഒരു മാനിനെ കൊന്ന് അതിന്റെ ഇറച്ചി പാകം ചെയ്ത് തനിക്ക് ഭക്ഷണമായിട്ട് കൊണ്ടുവരുമായിരുന്നു. He just loved that deer venison. That's why he loved Esau. ആ മാനിന്റെ ഇറച്ചി അത്രമാത്രം ഇഷ്ടമായിരുന്നു ഇസ്ഹാക്കിന്. അതുകൊണ്ടാണ് ഏശാവിനെ സ്നേഹിച്ചത്. Imagine the son of that great man of God, Abraham. He decides on spiritual blessing depending on who will give me good food. നിങ്ങൾക്ക് ഈ കാര്യം സങ്കല്പിക്കാൻ കഴിയുമോ? ഇത്ര ദൈവഭക്തനായിട്ടുള്ള അബ്രഹാമിന്റെ മകൻ താൻ ആത്മീയ അനുഗ്രഹങ്ങൾ നൽകുന്നത് തനിക്ക് ആര് നല്ല ഭക്ഷണം തരുന്നു എന്നതിനെ അപേക്ഷിച്ച് ചെയ്തതിനെ കുറിച്ച്. That doesn't happen today. Even today it happens among believers. ഇത് പഴയ നിയമത്തിൽ മാത്രം സംഭവിക്കുകയല്ല, ഇന്നും വിശ്വാസികളുടെ ഇടയിലും ഇത് സംഭവിക്കുന്നുണ്ട്. And then when the time comes to give the birthright, as Isaac is dying, ഇസ്ഹാക്ക് മരിക്കുവാൻ പോകുന്ന സമയത്ത് ആ ജന്മാവകാശം നൽകേണ്ട സമയം വരുമ്പോൾ he tells Esau, go and get me some venison. I'll give you the... നീ പോയി എനിക്ക് ആ മാനിറച്ചി കൊണ്ട് തരിക, ഞാൻ നിനക്ക് അനുഗ്രഹം നൽകാമെന്ന്. Even in that moment, he doesn't bother about what God has promised. He's thinking about his own stomach and his love for food. ആ ഒരു നിമിഷത്തിൽ പോലും ദൈവം പറഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. തന്റെ വയറിനെ കുറിച്ചും ഭക്ഷണത്തെ കുറിച്ചും മാത്രമാണ് ഇസ്ഹാക്ക് ചിന്തിക്കുന്നത്. No spiritual discernment. അതെ, ആത്മീയമായിട്ടുള്ള വിവേചനം ഇല്ലായിരുന്നു. You know why? അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? Because he never went through any trials. കാരണം താൻ ഒരു കഷ്ടതയിൽ കൂടിയും കടന്നു പോയിട്ടുണ്ടായിരുന്നില്ല. He had a very easy life. He grew up like a prince. വളരെ എളുപ്പമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. ഒരു രാജകുമാരനെ പോലെയാണ് വളർന്നു വന്നിരുന്നത്.
And so he didn't get discernment. അതുകൊണ്ട് അദ്ദേഹത്തിന് ആത്മീയ വിവേചനം ലഭിച്ചില്ല. Tribulation was zero in Isaac's life. ഉപദ്രവം എന്നുള്ളത് പൂജ്യമായിരുന്നു ഇസഹാക്കിന്റെ ജീവിതത്തിൽ. So spiritual discernment was also zero in his life. അതുകൊണ്ട് തന്നെ ആത്മീയമായിട്ടുള്ള വിവേചനവും പൂജ്യമായിരുന്നു തന്റെ ജീവിതത്തിൽ. I find lots and lots of believers in CFC, good believers, but they have zero spiritual discernment. നമുക്ക് CFCയിൽ അനേകം നല്ല വിശ്വാസികൾ അവര് ആത്മീയ വിവേചനം ഇല്ലാത്തവരായിട്ട് കാണുന്നു. They listen to some Pentecostal preacher and say, get stirred by his moving message. അവര് ചില പെന്തക്കോസ്ത് പ്രസംഗകനെ കേട്ട് അവരുടെ ഇളക്കുന്ന സന്ദേശത്താൽ പിടിക്കപ്പെടുന്നു. Because they don't have discernment. They are just like Isaac. കാരണം അവർക്ക് വിവേചനമില്ല. അവര് ഇസഹാക്കിനെ പോലെ ആയിരുന്നു. They not recognize whom God has chosen. Jacob. They cannot recognize that. അവർക്ക് ആരെയാണ് ദൈവം തെരഞ്ഞെടുത്തത് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. യാക്കോബിനെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. Sometimes because they love food. ചിലപ്പോൾ അവര് ഭക്ഷണത്തെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം അത്. Now contrast Isaac with Jacob. ഇസഹാക്കിനെയും യാക്കോബിനെയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുക. Jacob also had to make a decision concerning two boys at the end of his life. തന്റെ ജീവിതത്തിന്റെ അവസാനം യാക്കോബിനും രണ്ട് ആൺകുട്ടികളെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ടായിരുന്നു. That in the end of Genesis. അത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് നാം കാണുന്നു. Like Isaac had to decide between his two sons. ഇസഹാക്കിന് തന്റെ രണ്ട് മക്കൾ തമ്മിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുപോലെ Jacob had to decide between his two grandsons. യാക്കോബിന് തന്റെ രണ്ട് കൊച്ചുമക്കളെ കുറിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ടായിരുന്നു. Joseph brought his two sons, Manasseh and Ephraim, to Jacob to bless them. യോസേഫ് തന്റെ രണ്ട് മക്കളെ മനസ്സെയും എഫ്രൈമിനെയും യാക്കോബിന്റെ അടുക്കൽ അനുഗ്രഹിക്കേണ്ടതിന് കൊണ്ടുവന്നു. I don't want to delay now by looking up those chapters, but you read in the last 2-3 chapters of Genesis. ഈ അധ്യായങ്ങളൊക്കെ എടുത്ത് കാര്യങ്ങൾ വൈകിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഉൽപ്പത്തിയുടെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ ഇത് വായിക്കുന്നുണ്ട്. Last 2-3 chapters. അവസാനത്തെ 2-3 അധ്യായങ്ങളിൽ. And Joseph brings Manasseh near the right hand of Jacob. യോസേഫ് മനാസയെ യാക്കോബിന്റെ വലത്ത് കൈയുടെ അടുത്ത് കൊണ്ടുവരുന്നു. Manasseh is the eldest. മനസ്സെയാണ് മൂത്ത മകൻ. Jacob's left hand. ഇളയ മകനായിട്ടുള്ള എഫ്രൈമിനെ യാക്കോബിന്റെ ഇടത് കൈയുടെ അരികെ കൊണ്ടുവരുന്നു. The right hand is supposed to be the greater blessing. വലത് കൈയിൽ വയ്ക്കുന്നതാണ് ഉയർന്ന അനുഗ്രഹം. And I want you to notice here, just like Isaac was blind, Jacob was also blind at that time. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അന്ന് ഇസഹാക്ക് അന്ധനായിരുന്നതുപോലെ യാക്കോബും ഇപ്പോൾ അന്ധനായിരുന്നു. See clearly. തനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. See which is Ephraim, which is Manasseh. ഏതാണ് എഫ്രൈം എന്നോ ഏതാണ് മനശ്ശെ എന്നോ തനിക്ക് വ്യക്തമായിരുന്നില്ല. In his heart he can hear the voice of God. തന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞിരുന്നു. God tells him, cross your hands and put your right hand on the other boy. ദൈവം പറഞ്ഞത്, നിന്റെ കൈകളെ കുറുകെ വെച്ച് നിന്റെ വലതുകരം മറ്റേ മകന്റെ തലയിൽ വെക്കുക എന്ന്. He goes and puts his hand on Ephraim, the younger one. അങ്ങനെ യാക്കോബ് തന്റെ വലതുകരം ഇളയവനായിട്ടുള്ള എഫ്രൈമിന്റെ തലയിൽ വെച്ചു. Joseph says, no, father, it's not like that. He's the younger one. യോസഫ് അതിനെ തടയാൻ ശ്രമിച്ചു. അങ്ങനെയല്ല, അവൻ ഇളയവനാണ് എന്ന് പറഞ്ഞു നോക്കി. Jacob says these beautiful words. യാക്കോബ് ഈ മനോഹരമായ വാക്കുകൾ പറഞ്ഞു.
I know, my son, I know. എനിക്കറിയാം എൻ്റെ മകനെ, എനിക്കറിയാം. That's what we need to learn to say. I know, you can't fool me. അതാണ് നാം പറയാൻ പഠിക്കേണ്ടത്. എനിക്കറിയാം, നിങ്ങൾക്ക് എന്നെ മണ്ടനാക്കുവാൻ കഴിയുകയില്ല. Jacob, get that discernment. ജേക്കബിന് ആ ഒരു വിവേചനം ലഭിച്ചിരുന്നു. How did he get it? എങ്ങനെയാണ് തനിക്കത് ലഭിച്ചത്? He did not have a comfortable, easy life like his father Isaac. തന്റെ ഉണ്ടായിരുന്നത് പോലെ വളരെ സുഖകരമായിട്ടുള്ള എളുപ്പമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നില്ല യാക്കോബിൻ്റെത്. A very difficult life. വളരെ പ്രയാസമുള്ള ഒരു ജീവിതം. Run away from home because he feared that his brother would kill him. തന്റെ ഭവനത്തിൽ നിന്നും പോകേണ്ടി വന്നു, തന്റെ സഹോദരൻ കൊല്ലുമെന്ന് പേടിച്ച്. He thought like Cain killed Abel, Esau would kill him. കയീൻ ആബേലിനെ കൊന്നതുപോലെ ഏശാവ് യാക്കോബിനെ കൊല്ലുമെന്ന് ചിന്തിച്ചു. Because he had got the blessing from Isaac. കാരണം ഇസഹാക്കിൽ നിന്നും തന്റെ അനുഗ്രഹം തട്ടിയെടുത്തതിന്. Then when he went to his uncle Laban's house, അതിനുശേഷം തന്റെ അങ്കിളായിട്ടുള്ള ലാബാന്റെ അടുക്കൽ പോയപ്പോൾ, again I don't have time to show you these verses, but it's very interesting to read those chapters in Genesis. വീണ്ടും ഈ കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ എനിക്ക് സമയമില്ല. എന്നാൽ ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ അധ്യായങ്ങളൊക്കെ വായിക്കുന്നത് വളരെ രസകരമാണ്. He tells Laban, I want to marry your younger daughter Rachel. ലാബാനോട് പറയുന്നു, എനിക്ക് നിന്റെ ഇളയ മകളായിട്ടുള്ള റാഹേലിനെ വിവാഹം കഴിക്കണം എന്ന്. And Laban doesn't say anything. He says, okay, let's have a wedding ceremony now. ലാബാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ശരി, നമുക്ക് ഇപ്പോൾ ഒരു വിവാഹ ചടങ്ങ് നടത്താം എന്ന്. And the first thing Laban does in the wedding ceremony is have a feast. ആ വിവാഹ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യം ലാബാൻ ചെയ്യുന്നത് ഒരു വലിയ സദ്യ ഒരുക്കുകയായിരുന്നു. Conduct the wedding. അതിനുശേഷമായിരുന്നു വിവാഹം കഴിക്കുന്ന സമയം. Never been to a wedding where the feast comes first and the wedding is after that. നാം ഒരു സദ്യ ആദ്യവും അതിനുശേഷം വിവാഹവുമായിട്ടുള്ള ഒരു വിവാഹത്തിലും പങ്കെടുത്തിട്ടില്ല. Why did Laban do that? ലാബാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? He wanted to get Jacob drunk. യാക്കോബിനെ കുടിപ്പിച്ച് മത്തനാക്കണമായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. Jacob was thoroughly drunk, then Laban could make him put his hand into Leah's hand and marry her. ലാബാൻ യാക്കോബ് പൂർണ്ണമായിട്ടും മത്തനായി ഇരിക്കുന്ന ആ സമയത്ത് തനിക്ക് തന്റെ മൂത്തമകളായിട്ടുള്ള ലേയയുടെ കൈ പിടിച്ച് യാക്കോബിന് കൊടുക്കാൻ കഴിയുമായിരുന്നു. Jacob didn't even know who he was marrying. ആ അവസ്ഥയിൽ ആരെയാണ് വിവാഹം കഴിക്കുന്നതെന്ന് പോലും യാക്കോബിന് അറിയാമായിരുന്നില്ല. When they both go to bed and sleep, അതിനുശേഷം അവര് രണ്ടുപേരും കിടക്കയിലേക്ക് പോയി ഉറങ്ങുവാൻ. the morning when Jacob wakes up, രാവിലെ യാക്കോബ് ഉണർന്നപ്പോൾ he looks for Rachel beside him, he finds Leah. റാഹേലിനെയാണ് തന്റെ അരികിൽ അന്വേഷിച്ചത്, എന്നാൽ ലേയയാണ് കണ്ടത്. He was cheated by his father-in-law. തന്റെ അമ്മായിയപ്പനാൽ താൻ ചതിക്കപ്പെടുകയായിരുന്നു. Then he made him work for 14 years. അതിനുശേഷം ലാബാൻ യാക്കോബിനെ 14 വർഷത്തോളം ജോലി ചെയ്യിച്ചു. And finally he got another wife, Rachel also. അതിനുശേഷം മറ്റൊരു ഭാര്യയായിട്ട് റാഹേലിനെയും ലഭിച്ചു. He tried to cheat him of his wealth also, even though he worked so hard for Laban so many years. വളരെ ലാബാന് വേണ്ടി വളരെ കഠിനമായിട്ട് പല വർഷങ്ങൾ അധ്വാനിച്ചെങ്കിലും വസ്തുവകളുടെ കാര്യത്തിലും ചതിക്കപ്പെട്ടു. But Jacob was also shrewd, he got some benefit. എന്നാൽ യാക്കോബും കൗശലക്കാരനായിരുന്നു, തനിക്ക് ചില പ്രയോജനങ്ങളൊക്കെ ലഭിച്ചു. And then again Esau was coming to kill him. വീണ്ടും ഏശാവ് തന്നെ
കൊല്ലുവാനായിട്ട് വരുന്ന പോലെ തനിക്ക് തോന്നി. Jacob thought. യാക്കോബ് അങ്ങനെ ചിന്തിച്ചു. And somehow he escaped. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. What I'm saying is, Jacob went through 20 years of trial and difficulty. ഞാൻ എന്താണ് പറയുന്നത് വെച്ചാൽ, യാക്കോബ് 20 വർഷത്തോളം ഉപദ്രവങ്ങളും പ്രയാസങ്ങളും അതിലൂടെ കടന്നുപോയി. Tells Laban how he was sleeping out night in the fields, looking after his sheep. ലാബാനോട് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, താൻ ആടുകളെ മേയിച്ചുകൊണ്ട് ആ വയലിൽ കിടന്നുറങ്ങുന്നതിനെ കുറിച്ചും ഒക്കെ. Dew falling upon him. മഞ്ഞ് തന്റെ മുകളിലേക്ക് വീഴുന്നതും. He had a comfortable life like his father Isaac. തന്റെ പിതാവായിരുന്ന ഇസഹാക്കിനുണ്ടായിരുന്നതുപോലെ സുഖകരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നില്ല യാക്കോബിന്. Took him through many tribulations and broke him. പല ഉപദ്രവങ്ങളിലൂടെ കടന്നുപോയി, അങ്ങനെ താൻ നുറുക്കപ്പെട്ടു. And then God met with him one day. അതിനുശേഷം ഒരു ദിവസം ദൈവം തന്നെ കണ്ടു. He finally broke the hollow of his thigh, so he had to limp for the rest of his life. അവസാനം തന്റെ തുടയുടെ എല്ല് ഒടിച്ച് ജീവിതകാലം മുഴുവൻ മുടന്തനായിട്ട് തുടരേണ്ട വന്നു. He had to walk with a stick. ഒരു വടിയുടെ സഹായത്തിൽ മാത്രം നടക്കേണ്ടി വന്നു. But that is how he got discernment. ഇങ്ങനെയൊക്കെയാണ് തനിക്ക് വിവേചനം ലഭിച്ചത്. Through much tribulation, he came to discernment. പല ഉപദ്രവങ്ങളുടെ കഷ്ടതകളിലൂടെ താൻ വിവേചനം തനിക്ക് ലഭിച്ചു. Hebrews chapter 11. നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് തിരിയാം. You know, this is a chapter of wonderful miracles of faith. ഈ അധ്യായം വിശ്വാസത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് വായിക്കുന്ന അധ്യായമാണ്. Red Sea split open by faith. ചെങ്കടൽ പിളർന്നു വിശ്വാസത്താൽ. 90-year-old woman Sarah giving birth to a baby. 90 വയസ്സുള്ള സാറ ഒരു മകനെ പ്രസവിച്ചു. The walls of Jericho falling down by faith. എരിഹോ മതിൽ വിശ്വാസത്താൽ തകർന്നു വീഴപ്പെട്ടു. Lions' mouths being shut by faith. സിംഹങ്ങളുടെ വായ് വിശ്വാസത്താൽ അടയ്ക്കപ്പെട്ടു. Dead people being raised by faith. Old Testament. പഴയ നിയമത്തിൽ മരിച്ച ആളുകൾ വിശ്വാസത്താൽ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു. And in the midst of all this, you read this verse in verse 21. നാം നോക്കിക്കൊണ്ടിരുന്നത് എബ്രായർ 11-ന്റെ 21-ാം വാക്യമായിരുന്നു. In the midst of this chapter, which is full of so many miracles, ഈ അധ്യായം പല അത്ഭുതങ്ങളാൽ നിറഞ്ഞു നിന്ന ഈ അധ്യായത്തിന്റെ നടുവിൽ we read some very ordinary statement like this. By faith, Jacob was leaning on the top of his staff. നാം വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ വായിക്കുന്നു. വിശ്വാസത്താൽ യാക്കോബ് തന്റെ വടിയുടെ അറ്റത്ത് And we think, what type of miracle is this, leaning on top of his staff? നാം ചിന്തിക്കും, ഇതെന്ത് തരത്തിലുള്ള അത്ഭുതമാണ് വടിയുടെ അറ്റത്ത് ചാരി നിൽക്കുന്നത്? How is that put into the same category as raising the dead and shutting the mouths of lions? മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും സിംഹങ്ങളുടെ വായടയ്ക്കുന്നതിനും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഏത് തരത്തിൽ ഇവിടെ ഇത് വെക്കുവാൻ കഴിയും? But I believe this is the greatest miracle in Hebrews 11. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് എബ്രായർ 11-ാം അധ്യായത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അത്ഭുതം ഇതാണ് എന്നാണ്. God could break a proud man and make him
weak and helpless, so that he would lean upon his staff, symbolizing his leaning upon God for the rest of his life. ദൈവത്തിന് വളരെ നിഗളിയായിട്ടുള്ള ഒരു മനുഷ്യനെ വളരെ ബലഹീനനും താൻ നുറുക്കമുള്ളവനും ആക്കി തീർത്ത് തന്റെ വടിയിൽ പൂർണ്ണമായിട്ടും ചാരി നിൽക്കുന്ന അങ്ങനെ കൊണ്ടുവരുന്നത് അത്ഭുതമാണത്. So that he became an Israel, a prince of God. താൻ ദൈവത്തിന്റെ പ്രഭു എന്ന ഇസ്രായേൽ ആയി തീർന്നു. And it was because of that experience that he had discernment to know whom to bless, Ephraim or Manasseh. അങ്ങനെയുള്ള ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയത് കൊണ്ട് തനിക്ക് ആരെയാണ് അനുഗ്രഹിക്കേണ്ടത്, എഫ്രൈമിനെയാണോ മനശ്ശെയാണോ എന്നുള്ളതിനെ കുറിച്ച് വിവേചനം ലഭിച്ചിരുന്നു. Joseph had a very comfortable life for 70 years in Egypt. യോസെഫിന് 70 വർഷത്തോളം ഈ He had a comfortable life in Egypt for 70 years. യോസെഫിന് 70 വർഷത്തോളം ഈജിപ്തില് വളരെ സുഖകരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു. No discernment. Whom was God going to use, Ephraim or Manasseh? അതിന്റെ ഫലമായിട്ട് സംഭവിച്ചത് എഫ്രൈമിനുള്ള ഒരു വിവേചനം ഉണ്ടായിരുന്നില്ല. These things are written for our instruction today. ഈ കാര്യങ്ങള് നമ്മുടെ പ്രബോധനത്തിനായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഇന്ന്. Those who seek an easy, comfortable Christianity will live without discernment. വളരെ സുഖകരമായിട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു ക്രിസ്തീയത അന്വേഷിക്കുന്നവര് ആത്മീയ വിവേചനം ഇല്ലാതെ ജീവിക്കും. They will not possess the kingdom of God. അവര് ദൈവരാജ്യം അവകാശമാക്കുകയില്ല. They will not be able to build the kingdom of God on this earth. അവർക്ക് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യം പണിയുവാൻ കഴിയുകയില്ല. They only think I'm going to heaven when I die. ഞാൻ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകും എന്ന കാര്യം മാത്രമേ അവര് ചിന്തിക്കുന്നുള്ളൂ. I'll tell you honestly, I have no interest in going to heaven when I die. ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയട്ടെ, മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകാനായിട്ട് എനിക്ക് ഒരു താല്പര്യവുമില്ല. I want to be with Jesus wherever he is. എനിക്ക് യേശു എവിടെ ആയിരിക്കുന്നോ അവിടെ ആയിരിക്കുവാനായിട്ടാണ് എന്റെ വാഞ്ച. I told the Lord once, I said, Lord Jesus, if you're in hell, I'd like to be in hell with you. ഞാൻ ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് നരകത്തിലാണ് ആയിരിക്കുന്നതെങ്കിൽ അങ്ങയോടുകൂടെ അവിടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. Then will become heaven for me. It's the presence of Jesus that makes heaven. അങ്ങനെ വരുമ്പോൾ നരകം എനിക്ക് സ്വർഗമായി തീരും. യേശുവിന്റെ സാന്നിധ്യം എനിക്ക് സ്വർഗമാണ്. The same today. I want to be with Jesus now, not just rejoice that I'm going to heaven when I die. ഇന്നും അതുപോലെ തന്നെയാണ്. എനിക്ക് യേശുവിന്റെ കൂടെ സന്തോഷിക്കണം, ഞാൻ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകണം എന്നുള്ളതല്ല. Be like Jacob, allow God to take me through all types of disciplines so that I can learn to lean upon him forever.
ദൈവം യാക്കോബിനെ പല കഷ്ടതകൾ കൂടി കടത്തിവിട്ടു. അവസാനം ദൈവത്തെ മാത്രം ചാരി നിൽക്കേണ്ടതിന്. Dear brothers and sisters, ask God to make you like that. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തോട് നിങ്ങളെ അങ്ങനെ ആക്കുവാൻ ചോദിക്കുക. Teach your children to go that way. നിങ്ങളുടെ മക്കളെ ആ വഴിയിൽ പോകുവാൻ പഠിപ്പിക്കുക. I think many CFC believers are just looking for a comfortable life and then go to heaven when I die. ഞാൻ ചിന്തിക്കുന്നത് പല CFC വിശ്വാസികളും ഒരു സുഖകരമായിട്ടുള്ള ജീവിതവും അവർ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നതെന്ന്. Let me tell you what Paul said. Through much tribulation, we must enter the kingdom of God. ഞാൻ പൗലോസ് പറഞ്ഞതുപോലെ പറയുന്നു, അനേകം കഷ്ടതകളിൽ കൂടി നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. Then, like Peter says, you will have an abundant entrance into God's kingdom. പത്രോസ് പറയുന്ന പോലെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലേക്ക് സമൃദ്ധമായിട്ടുള്ള ഒരു പ്രവേശനം ലഭിക്കുമെന്നുള്ളത്. And you will lead your children also into an abundant entrance into God's kingdom. അത് മാത്രമല്ല, നിങ്ങളുടെ മക്കളെയും അങ്ങനെയുള്ള വളരെ മഹത്വപരമായിട്ടുള്ള പ്രവേശനം ദൈവരാജ്യത്തിലേക്ക് ലഭിക്കുമെന്നുള്ളത്. Not be afraid of the disciplines and tribulations God takes us through. അതുകൊണ്ട് നാം ദൈവം നമുക്ക് നൽകുന്ന കഷ്ടതകളോ ശിക്ഷണങ്ങളോ നമ്മൾ ഭയക്കരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗീയ പിതാവേ, help us to understand your way more perfectly. അങ്ങയുടെ വഴികൾ കൂടുതൽ പൂർണ്ണമായ രീതിയിൽ അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. All of us have only one life to live on this earth. നമുക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഒരു ജീവിതമേ ഉള്ളൂ. Help us to spend it wisely. അത് വിവേകത്തോടെ ചെലവഴിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. To lead every one of our children in the wisest path. ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ ഏറ്റവും വിവേകമായിട്ടുള്ള വഴിയിലൂടെ നടത്തുവാനായിട്ട്. All the children in our family. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, one or two alone, ഒന്നോ രണ്ടോ പേർ മാത്രമല്ല, every one of them will have an abundant. അവരെല്ലാവരും അവർക്ക് ദൈവരാജ്യത്തിൽ ഒരു സമൃദ്ധമായിട്ടുള്ള പ്രവേശനം ലഭിക്കണം. We ask in Jesus' name. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു.